തായ്ലാൻഡിലെ പട്ടായ ബാങ്കോക്കിന്റെ 4 days 3 night വരുന്ന പ്ലാൻ നമ്മൾ ഓരോ ഡേയ്സും എങ്ങനെയാണ് ഷെഡ്യൂൾ ചെയ്തത് നമുക്ക് നോക്കാം. ഡേ 1 നിങ്ങൾ എയർപോർട്ടിൽ അറൈവ് ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റാഫ് നിങ്ങളെ നെയിം ബോർഡ് കീപ്പ് ചെയ്തിട്ട് നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. സ്റ്റാഫ് നിങ്ങളെ വെൽക്കം ചെയ്തിട്ട് നമ്മൾ നേരെ പട്ടായയിലേക്കുള്ള ട്രാൻസ്ഫർ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാങ്കോക്കിൽ നിന്ന് പട്ടായക്കുള്ള ട്രാൻസ്ഫറിന്റെ ഇൻ ബിറ്റ്വീൻ ആണ് നമ്മൾ ടൂർസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ബാങ്കോക്കിൽ നിന്ന് പട്ടായയിലേക്ക് അറൗണ്ട് ഒരു 2 to 3 hours ആണ് ടൈം എടുക്കുക. നമ്മൾ അന്ന് ടൂർസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ടൈഗർ പാർക്ക്, അതുപോലെ തന്നെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്, പിന്നെ പട്ടായ സിറ്റി ടൂർ ആണ്. ടൈഗർ പാർക്കിന്റെ എൻട്രൻസ് നമ്മൾ നോർമലി ഇൻക്ലൂഡ് ചെയ്യാറില്ല, കാരണം അതിൽ ഫോട്ടോ സെക്ഷനും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ്ലി ആണ്. അത് നിങ്ങളെ കൺവീനിയന്റ് നോക്കി നിങ്ങൾ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാന്നുള്ള രീതിയിലാണ് ഈ ഒരു ടൈഗർ പാർക്കിന്റെ വരുന്നത്. പിന്നെ നമുക്ക് വരുന്നത് പട്ടായ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ആണ്. റോയിങ് ബോട്ടും കാര്യങ്ങളും എൻട്രി ഒക്കെ ഇൻക്ലൂഡിംഗ് ആണ് അതിൽ. പിന്നെ വരുന്നത് പട്ടായ സിറ്റി ടൂർ. അതിനുശേഷമാണ് നമ്മൾ പട്ടായയിൽ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യുന്നത്. ഇത്രയും ടൂർസ് ആണ് നമ്മൾ ഡേ 1 അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ ഡേ 2 നമുക്ക് വരുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം നമുക്ക് കോറൽ ഐലാൻഡ് ടൂർ ആണ്. അതൊരു ഹാഫ് ഡേ ട്രിപ്പാണ്, ലഞ്ചും ഇൻക്ലൂഡിംഗ് ആയിട്ടുള്ള ടൂറാണ്. അത് മോർണിംഗ് സ്റ്റാർട്ട് ചെയ്ത് ഉച്ചയ്ക്ക് ഒരു 2-3 മണി ആകുമ്പോഴാണ് തിരിച്ച് നിങ്ങൾ ഹോട്ടലിൽ ഡ്രോപ്പ് ചെയ്യുക. ആ ഒരു ടൂറിന് ശേഷം നമുക്ക് ഈവനിങ് വരുന്നത് അൽക്കസാർ ഷോ ആണ്. നോർമലി ഒരു 6 to 7 PM നിങ്ങൾ പിക്ക് ചെയ്യുക. ഒരു 1 hour ഷോ ആണ് അത് ഉണ്ടായിരിക്കുക. അതിനുശേഷം നിങ്ങൾ തിരിച്ച് ഹോട്ടലിൽ തന്നെ ഡ്രോപ്പ് ചെയ്യും. ഈ 2 പ്ലാനാണ് ഡേ 2 നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ വരുന്നത് ഡേ 3. ഡേ 3 നമ്മൾ പട്ടായ ഹോട്ടലിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്തിട്ട് ബാങ്കോക്കിലേക്കുള്ള ട്രാൻസ്ഫർ ആണ് വരുന്നത്. അത് ബാങ്കോക്കിൽ എത്തിയതിനു ശേഷം ബാങ്കോക്കിലെ ടെമ്പിൾ ടൂർ നമ്മൾ 2 to 3 hours കൊണ്ട് ആ ഒരു ടെമ്പിൾ ടൂർ കൂടി കവർ ചെയ്തിട്ട് ബാങ്കോക്കിലെ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യും. പിന്നെ നമുക്ക് ഈവനിങ് ടൈമൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആണ്, സെൽഫായിട്ട് നിയർ ബൈ സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യാൻ പറ്റും. ഇത്രയും ടൂർസ് ആണ് ഈ ഒരു ഡേ 3 നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ ഡേ 4 നമുക്ക് വരുന്നത് സഫാരി വേൾഡ് ആൻഡ് മറൈൻ പാർക്ക് ആണ്. സഫാരി വേൾഡ് ആൻഡ് മറൈൻ പാർക്ക് രാവിലെ തുടങ്ങി ഈവനിങ് വരെയുള്ള ഒരു ഫുൾ ഡേ പ്രോഗ്രാം ആണ്. ലഞ്ചും ഇൻക്ലൂഡിംഗ് ആണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം നിങ്ങൾ ചെക്ക് ഔട്ട് ചെയ്തിട്ടാണ് ഈ ഒരു ടൂർ സ്റ്റാർട്ട് ചെയ്യുക. സഫാരി വേൾഡ് മറൈൻ പാർക്ക് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈവനിങ് എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യുന്ന രീതിയിലുള്ള പ്രോഗ്രാമാണ് ഈ ഒരു ഡേ 4 അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു 4 day 3 night വരുന്ന പാക്കേജിൽ ഉള്ളത്. ഇതിൽ ടോട്ടലി 3 ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ 2 ലഞ്ചും ആണ് ഇൻക്ലൂഡിംഗ് ആയിട്ടുള്ളത്. പിന്നെ നമ്മൾ മെൻഷൻ ചെയ്ത ഈ ഒരു സ്ഥലങ്ങളുടെ ഒക്കെ എൻട്രി ടിക്കറ്റ്സും ഇൻക്ലൂഡിംഗ് ആണ്. ഈ ഒരു പാക്കേജിലെ കോറൽ ഐലാൻഡും അതുപോലെ തന്നെ സഫാരി വേൾഡ് മറൈൻ പാർക്കും നിങ്ങൾക്ക് വരുന്നത് കോമൺ ട്രാൻസ്ഫർ ബേസിലായിരിക്കും, അതായത് SIC ബേസിലായിരിക്കും ട്രാൻസ്ഫർ വരിക. ഇതിന് പുറമേ ഉള്ള എല്ലാ സൈസിങ്ങും ട്രാൻസ്ഫറുകളും നിങ്ങൾക്ക് പ്രൈവറ്റ് വെഹിക്കിൾ, അതായത് നിങ്ങൾക്കായിട്ടൊരു ഇൻഡിവിജ്വൽ വെഹിക്കിൾ ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പ്ലാനിൽ വരുന്നത്. പിന്നെ നമ്മൾ തായ്ലാൻഡിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നോർമലി എല്ലാ കൺട്രീസിലും ട്രാവൽ ചെയ്യുന്നത് പോലെ തന്നെ 6 month വാലിഡിറ്റി ഉള്ള ഒരു പാസ്പോർട്ട്, അതുപോലെ തന്നെ അപ്പ് ആൻഡ് ഡൗൺ ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, പിന്നെ തായ്ലാൻഡിന്റെ അറൈവൽ കാർഡ് കൂടെ നമ്മൾ ഫില്ല് ചെയ്യേണ്ടതുണ്ട്. അത് ബെസ്റ്റൂസിൽ നമ്മൾ ബെസ്റ്റൂസിന്റെ സ്റ്റാഫ് തന്നെയാണ് ഫില്ല് ചെയ്ത് കൊടുക്കാറുള്ളത്. അതുപോലെ തന്നെ നമ്മൾ തായ്ലാൻഡിലേക്കുള്ള ഒരു ലോക്കൽ സിം കൂടെ, അത് നമ്മൾ കൊച്ചി എയർപോർട്ടിൽ നിന്നോ നിങ്ങൾ ബാങ്കോക്കിൽ അറൈവ് ചെയ്തിട്ട് ആ എയർപോർട്ടിൽ നിന്നോ ഒരു ലോക്കൽ സിം കൂടെ പർച്ചേസ് ചെയ്ത് വെക്കുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, തായ്ലാൻഡിലെ ഹോട്ടൽസ് കോഷൻ ഡെപ്പോസിറ്റ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അത് എല്ലാവരോടും ചോദിക്കാറില്ല, എന്നാലും നമ്മളൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അവർ കളക്ട് ചെയ്ത് വെക്കുന്ന ഒരു എമൗണ്ട് ആണ്. ഒരു 1000 തായ്ബാത്ത് മുതൽ 2000 തായ്ബാത്ത് വരെ അവർ ചെക്ക് ഇൻ ചെയ്യുമ്പോൾ കളക്ട് ചെയ്തിട്ട് ചെക്ക് ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ തിരിച്ച് തരും ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു കേസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളത്. പിന്നെ നമ്മൾ ഇത് എൻറ്റയർലി ഒരു കസ്റ്റമൈസ്ഡ് ട്രിപ്പാണ്. നിങ്ങൾക്ക് കൂടുതൽ ഡേയ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഡേയ്സ് ഇനിയും ആഡ് ചെയ്തിട്ട് ഒരുപാട് സ്ഥലങ്ങൾ ഇനിയും നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ കൂടുതൽ കസ്റ്റമൈസേഷൻ ആയിട്ട് നമ്മുടെ ടീമായിട്ട് കോൺടാക്ട് ചെയ്യും.